ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുതിരിച്ചമ്മന്തിയാണ്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് മുതിരിച്ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം മുതിര ഉണ്ടാവും. അത് എടുത്തിട്ട് കൊടുക്കുക. ആ മുതിരിട്ട് എടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിയിക്കാൻ പാടില്ല. ഒരു മീഡിയത്തിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് നമുക്കത് വറുത്തെടുക്കാം. അതായത് കുറച്ച് നേരം വറക്കണം. അത് വറുത്ത് ആയിട്ട് വരുമ്പോൾ അതിങ്ങനെ പൊട്ടി വരും. ആ ഒരു സ്റ്റേജ് ആവുന്നവരെ നമുക്കത് വറക്കണം. കരിക്കരുത് കേട്ടോ. ഫ്ലെയിം മീഡിയത്തിലിട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്കത് മെല്ലെ മെല്ലെ പൊട്ടി വരുന്നത് കാണാം. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കിയതാ. അപ്പോൾ അത് വേണ്ട, അതുപോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ കിടന്ന് ഇങ്ങനെ പൊട്ടുന്നത് കണ്ടില്ലേ? അതേപോലെ ഇതാ ഇങ്ങനെ ചാടിക്കളിക്കുന്നുണ്ടല്ലോ, അതേപോലെ കാണാം. അപ്പോൾ അതങ്ങനെ ആയി വരുമ്പോൾ ഒന്നുകൊണ്ട് ജസ്റ്റ് വറുത്തതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ആ സെയിം പാനിൽ തന്നെ ഒരു 6 ഉണക്കമുളകാണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അതും നല്ല വറവായിട്ടൊന്ന് വരുമ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അത് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പാൻ ചൂടായി കിടക്കുന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് വറുത്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ മുളകും ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാർ എടുക്കുക. ജാർ എടുത്തതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുതിരയില്ലേ, ആ മുതിരയും ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് കുറേശ്ശെ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ എല്ലാ മുതിരയും മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 10 ചുവന്നുള്ളികളാണ് എടുക്കണം. ഏകദേശം ഒരു 10 ചുവന്ന എടുത്തിട്ട് ടേസ്റ്റ് കൂടും. ഒരു 10 ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 3-4 തണ്ട് കറിവേപ്പില വേണം, അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു ചെറിയൊരു നാരങ്ങ വെളുപ്പത്തിന് ഒരു പുളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അത് അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവരണം. അതാ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അത് പൊടിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആക്കിയിട്ട് പൊടിക്കുഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു അരമുറി, ചെറിയ തേങ്ങയാണെങ്കിൽ അതിൻ്റെ 3/4 ഭാഗം എടുക്കുക. വലിയ തേങ്ങ ആണെങ്കിൽ ഒരു അരമുറി എടുത്താൽ മതി. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇച്ചിരി മുതിരല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ തേങ്ങ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാടൊന്നും അരക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവരാം. അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ നമുക്ക് അരിഞ്ഞ് കിട്ടാം. നമുക്ക് സാധാ ചമ്മന്തി ഒന്നും അരക്കില്ല, ആ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കതിൽ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത്, നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നമ്മൾ തീരെ ആഡ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് സ്പൂൺ വെച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. ചമ്മന്തിയൊക്കെ ആകുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം, നല്ല മിക്സ് ആക്കണ്ടേ. അപ്പോൾ നല്ല കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ആ ഉപ്പും വെളിച്ചെണ്ണയും ആ ചമ്മന്തിയൊക്കെ കൂടി നന്നായിട്ടൊന്ന് സെറ്റാവണം. അതൊരു മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മിക്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മുതിര ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറും പിന്നെ അതുപോലെ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു കറിയും ഈ ഒരു ചമ്മന്തി ഒരു പപ്പടമൊക്കെ ആണെങ്കിൽ സൂപ്പറാണ്. ഉപ്പേരിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.